മോഹൻലാൽ ഒന്ന് വീണിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ പവറിൽ എണീറ്റിരിക്കും. ഒറ്റക്കൊമ്പൻ ഒറ്റയ്ക്ക് തൂക്കിയത് 500 കോടി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. റെക്കോർഡുകൾ ഇടാനും പൊട്ടിക്കാനും അദ്ദേഹം തന്നെ ഇറങ്ങണം എന്ന് പറയുന്നത് വെറുതെ അല്ലെന്നാണ് ആരാധകരുടെ കമന്റുകൾ. മോഹൻലാൽ എന്ന പേര് മലയാളികൾക്ക് എന്നും ഒരു ആഘോഷമാണ്. കരിയറിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരിക്കലും മലയാളികൾ മോഹൻലാലിനെ വിട്ടുകളയില്ല. ഉറപ്പായും അദ്ദേഹം മികച്ച ചിത്രങ്ങളിലൂടെ വീണ്ടും തിരിച്ചെത്തുമെന്ന പ്രതീക്ഷ കൈവിടാതെ ആരാധകർ കാത്തിരിക്കും. കഴിഞ്ഞ വർഷം മോഹൻലാൽ ചിത്രങ്ങൾ പ്രതീക്ഷിച്ച വിജയം നേടാതെയാണ് തിയേറ്റർ വിട്ടത്. എന്നാൽ 2025-ലൂടെ ലാലേട്ടൻ ആ ക്ഷീണം തീർക്കുന്ന കാഴ്ചയാണ് തിയേറ്ററുകളിൽ കാണുന്നത്. റെക്കോർഡുകൾ ഇടാനും പൊട്ടിക്കാനും അദ്ദേഹം തന്നെ ഇറങ്ങണം എന്ന് പറയുന്നത് വെറുതെയല്ല. ഈ വർഷം എത്തിയത് 3 മോഹൻലാൽ സിനിമകൾ ചേർന്ന് 500 കോടി ഗ്രോസ് ആണ് തിയേറ്ററിൽ നേടിയത്. പൃഥ്വിരാജ് സംവിധാനത്തിലെത്തിയ എമ്പുരാനാണ് മോഹൻലാലിന്റെ ഈ വർഷത്തെ ആദ്യ ചിത്രം. 260 കോടിക്ക് മുകളിൽ സിനിമ തിയേറ്ററുകളിൽ നിന്ന് സ്വന്തമാക്കിയിരുന്നു. പിന്നീട് എത്തിയ തരുൺ മൂർത്തി ചിത്രം 200 കോടിക്ക് മുകളിൽ തിയേറ്ററിൽ നേടിയിട്ടുണ്ട്. ഇതിൽ 100 കോടിക്ക് മുകളിൽ കേരളത്തിൽ നിന്ന് മാത്രം കളക്ഷൻ നേടിയിട്ടുണ്ട്. എമ്പുരാനും തുടരുമിനും ശേഷം മോഹൻലാലിന്റെ ചോട്ടാ മുംബൈ ആണ് തിയേറ്ററുകളിൽ റിലീസായി എത്തിയത്. ഇതുവരെ മലയാള സിനിമയുടെ കണ്ട റിലീസ് സിനിമ എക്സ്പീരിയൻസുകളെ കടത്തിവെട്ടുകയാണ് ചിത്രം. ആദ്യ ദിനം 40 ലക്ഷം നേടിയ സിനിമ രണ്ടാം ദിനം 75 ലക്ഷത്തിലധികം രൂപയാണ് നേടിയത്. വരും ദിവസങ്ങളും സിനിമയുടെ കളക്ഷൻ ഉയരാനാണ് സാധ്യത. ഇവയെല്ലാം ചേർത്താണ് മോഹൻലാൽ 500 കോടി ഗ്രോസ് കളക്ഷൻ എന്ന നാഴികക്കല്ല് താണ്ടിയിരിക്കുന്നത്. 2024-ൽ മോഹൻലാലിന്റെ 2 ചിത്രങ്ങളാണ് തിയേറ്ററിൽ എത്തിയത്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ എത്തിയ മലൈക്കോട്ടെ വാലിബനും മോഹൻലാലിന്റെ ആദ്യ സംവിധാനമായ ബറോസും. 2 ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ തകർന്നടിയുകയായിരുന്നു. എന്നാൽ മലയാള സിനിമ കഴിഞ്ഞ വർഷം വലിയ നേട്ടങ്ങളാണ് കളക്ഷനിൽ താണ്ടിയിരിക്കുന്നത്. കണ്ടന്റിലെ മികവിനൊപ്പം കോടിക്കിലുക്കവും മലയാളത്തിലെ നിരവധി ചിത്രങ്ങളെ തേടിയെത്തിയിരുന്നു. നിരവധി താരങ്ങൾ 100 കോടി ക്ലബിലും 200 കോടി ക്ലബിലും ഇടം നേടുകയും ചെയ്തു. ഇതിന് പിന്നാലെ എവിടെ പോയി മോഹൻലാൽ എന്ന ചോദ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു. ഇതിനെല്ലാമൊപ്പമുള്ള മറുപടിയാണ് ഈ വർഷം തിയേറ്ററിൽ കാണുന്നതെന്ന് ലാലേട്ടൻ ആരാധകർ ആവേശപൂർവ്വം പറയുകയാണ് ഇപ്പോൾ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക.